ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് E.T. ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന മൂവിയുടെ 4K അൾട്രാ HD ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ E.T. എന്നത് 1982 ഇറങ്ങിയ ഒരു അമേരിക്കൻ സൈഫൈ ഫിലിമാണ്. സ്റ്റീവൻ സ്പിൽബർഗ് ആണ് ഡയറക്ടർ. അപ്പോൾ ഞാൻ ഈ മൂവിയുടെ പ്ലോട്ട് ഒന്ന് ബേസിക്കായിട്ട് പറയാം. നമ്മുടെ ഭൂമിയിലേക്ക് ഒരു സ്പേസ് ഷിപ്പ് വരുന്നതും അതിനകത്ത് ഒരു ഏലിയൻ പുറത്തേക്ക് ഇറങ്ങുന്നതും പക്ഷേ ആ സ്പേസ് ഷിപ്പ് പോവുകയാണ്, ഏലിയൻ തിരിച്ച് കയറിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു എലിയട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, നമ്മുടെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടിയാണ്. ഈ ഏലിയനെ ഭൂമിയിൽ നിന്ന് തിരിച്ച് സ്പേസിലേക്ക് അയക്കാൻ ഈ കുട്ടി ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് സ്റ്റോറി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജുറാസിക് പാർക്ക് ഇറങ്ങുന്നത് വരെ, അതായത് അറൗണ്ട് ഒരു 11 ഇയേഴ്സ് ഹയസ്റ്റ് ഗ്രോസർ ഓഫ് ഓൾ ടൈം ഒരു മൂവി വെച്ചിട്ട് പൈസ കളക്ട് ചെയ്തതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് E.T. ആണ്. അക്കാഡമി അവാർഡ്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരുപാട് ടൈറ്റിൽസ് വിൻ ചെയ്തതാണ്. ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബെസ്റ്റ് VFX, ബെസ്റ്റ് സൗണ്ട്, ബെസ്റ്റ് സൗണ്ട് എഡിറ്റിംഗ്, ഇതിലെല്ലാം വിന്നറാണ് E.T. അറൗണ്ട് 114 മിനിറ്റ്, അതായത് 2 മണിക്കൂറിൽ താഴെയാണ് ഇതിൻ്റെ റൺ ടൈം. ഇതിന് ഒരുപാട് VHS വേർഷൻസും ലേസർ ഡിസ്കും എല്ലാം വന്നിട്ടുണ്ട്. ബാറ്റ്മാൻ എന്ന മൂവി ഇറങ്ങുന്നത് വരെ ഏറ്റവും കൂടുതൽ, അതായത് അറൗണ്ട് 6 മില്യൺ ടൈംസ് ഇതിൻ്റെ VHS റെൻറ്റ് ചെയ്തു എന്നുള്ളൊരു റെക്കോർഡും കൂടി ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് വരുമ്പോഴേക്കും ഇത് ഏലിയൻ തിരിച്ചു പോകുന്നത് വരെയാണ്, അതായത് എലിയറ്റിൻ്റെ ഹെൽപ്പോട് ഏലിയൻ തിരിച്ചു പോകുന്നത് വരെയാണ് E.T.യുടെ സ്റ്റോറി നടക്കുന്നതെങ്കിലും ഇവരൊരു സീക്വലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഈ കുട്ടിക്കൊരു ആവശ്യം വരുമ്പോഴേക്കും ആ ഏലിയൻ തിരിച്ചു വരുന്നതായിട്ടൊക്കെ വെച്ചിട്ടൊരു സീക്വൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റീവൻ സ്പിൽബർഗ് തന്നെയാണ് പറഞ്ഞത് അത് അതിൻ്റെ ഒറിജിനൽ ക്യാരക്ടറിനെ തന്നെ, ഐ മീൻസ് മൂവിയുടെ ഒരു ഒതൻറ്റിസിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ട് അവർ ആ സീക്വൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പം നമ്മുടെ പ്രസന്റ് സിനാരിയോയിൽ ഭയങ്കരമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അനാവശ്യമായിട്ടുള്ള സീക്വൽസ് ബിൽഡ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സ്റ്റോറി മേക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഒരു അനാവശ്യമായിട്ടൊരു ത്രെഡ് ഇട്ടിട്ട് പോയിട്ട് പിന്നെ അതെന്തെങ്കിലും ചെയ്യാം. പിന്നെ അതിൻ്റെ പല മൂവീസ് നമുക്ക് കണ്ടറിയാം. മറ്റേ ബാഹുബലി പോലെ സ്പെഷ്യൽ കേസസ്, ബാഹുബലി KGF പോലെ സ്പെഷ്യൽ കേസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ പല സിനിമകളും അനാവശ്യമായിട്ട് സീക്വൽസ് എടുത്തിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനത്തിന്. അപ്പോൾ അങ്ങനെ കേസ് ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ 4Kയിലേക്ക് വരുമ്പോൾ വീഡിയോയിൽ HDR10 ആണ് അടിക്കുന്നത്, ഡോൾബി വിഷൻ ഇല്ല. ഓഡിയോ വന്നിട്ട് DTS:X ആണ് വരുന്നത്. വളരെ കുറച്ച് മൂവീസ് മാത്രമേ DTS:X സൗണ്ട് കോൺഫിഗറേഷൻ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ബ്ലൂറേ വരുമ്പോൾ DTSൻ്റെ 7.1 മാസ്റ്റർ ഓഡിയോയിലാണ് വരുന്നത്. ഇത് ആക്ച്വലി 2017 ഇറങ്ങിയ എഡിഷനാണ്. ഇത് 35 ഇയേഴ്സ് ആനിവേഴ്സറി എഡിഷൻ ആണിത്. BD66 ആണ് വരുന്നത്. അതേസമയത്ത് 2022 40th ആനിവേഴ്സറി എഡിഷൻ ആയിട്ടൊരു BD100 എഡിഷൻ വന്നിട്ടുണ്ട്. വലിയ ഡിഫറൻസ് വന്നിട്ടില്ല ഈ ഡിസ്കുകൾ തമ്മിൽ. സൈസ് വേരിയേഷൻ വന്നിട്ടുണ്ട്. ചെറിയ നോട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കളറിങ്ങിലെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ഓഡിയോ വീഡിയോ പറ്റി എടുത്ത് പറയാനായിട്ട് സ്പെഷ്യലായിട്ടൊന്നും തന്നെയില്ല. വളരെ റഫറൻസ് മെറ്റീരിയലൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസിക് മൂവിയുടെ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റും. HDR10 അത്യാവശ്യം നല്ലൊരു കളർ ഗ്രേഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഏരിയൽ ഷോട്ടുണ്ട്. ഈ സിറ്റിയുടെ തന്നെ ഇവരുടെ വീട് ലൊക്കാലിറ്റി വരുന്നത് ഏരിയൽ ഷോട്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ അവിടേക്ക് നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബ്ലൂറേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ട്രാൻസ്ഫർ ആണ് 4K. ഇതിൻ്റെ ഓഡിയോയുടെ കേസിലേക്ക് വരുമ്പോൾ ബ്ലൂറേ തന്നെ ഓൾറെഡി DTSൻ്റെ മാസ്റ്റർ ഓഡിയോ 7.1 ട്രാക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് DTS:Xലോട്ട് വന്നപ്പോഴേക്കും കുറച്ച് ഓവർഹെഡ് ആക്ടിവിറ്റി കുറച്ച് യൂസ് ചെയ്യുന്നല്ല, ഭയങ്കര റെലവൻ്റ് ആയിട്ട് പറയാൻ പറ്റിയ ഒരു ഓഡിയോ ട്രാൻസ്ഫർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓൾമോസ്റ്റ് ആ ബ്ലൂറേ തന്നെ നല്ല ഓഡിയോ ആയിരുന്നു. ഇതിൽ കുറച്ച് സീൻസ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്പേസ് ഷിപ്പ് പോകുന്നത്, പിന്നെ ഈ സൈക്കിളിൻ്റെ സ്റ്റൺ സീൻസ്, ഇങ്ങനെ സീൻസിൽ കുറച്ചുകൂടെ ഓവർഹെഡ് ആക്ടിവിറ്റി കൂട്ടിയിട്ടുണ്ടെന്നല്ല, ഞാൻ ആ കുറച്ച് സീൻസ് മാത്രമേ ബ്ലൂറേയോട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അങ്ങനെ അല്ലാതെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല.
ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ക്ലാസിക് മൂവിയാണ് E.T. അതിൻ്റെ ഒരു ബെറ്റർ ട്രാൻസ്ഫർ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.